ഒരു ഭയങ്കര രസമുള്ളൊരു പ്രകടനം. എല്ലാവരും അല്ലാപ്പോളായാലും ഷറഫിക്കായാലും എല്ലാവരും ഭയങ്കര സീറ്റഡ് ഒരു സൈക്കിക് ത്രില്ലർ പോലെ ഫീൽ ചെയ്യുന്ന ഓരോ നിമിഷം ട്വിസ്റ്റ് ഇങ്ങനെ മാറി മാറി വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് എൻ്റെ മേക്കിങ്ങും പെർഫോമൻസസുമാണ്. സ്റ്റിൽ ഇൻ ദാറ്റ് ഹാങ് ഓവർ. എവരിവൺ ഷുഡ് വാച്ച് ദിസ് മൂവി. മസ്റ്റ് വാച്ച് മൂവിയാണ്. സോ യു വിൽ നോട്ട് ബി ഡിസപ്പോയിന്റഡ്. ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു മൂവിയാണ്. എനിക്ക് തോന്നി ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും തേർന്നു പോയി. നല്ല ലോജിക്കുള്ള പടം. പക്ഷെ നമുക്കൊരു ഇമാജിനറി സ്റ്റോറി പോലെയാണ്. മലയാളത്തിൽ അങ്ങനെ ഇത്തരം ഒരു സ്റ്റോറിയൊക്കെ വരട്ടെ എന്നുള്ളതാണ്. നന്നായിട്ട് ആസിഫലി എക്സലന്റ്. പിന്നെ സമലാപ്പൂരിൻ്റെ സീനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഷറഫുദ്ദീൻ്റെ കാണും, എല്ലാവരും കാണും കേട്ടോ. പക്ഷേ ഈ 3 പേരേ ഉള്ളൂ എന്ന് നമ്മൾ പിന്നെ മനസ്സിലാവും. നമുക്ക് അടുത്ത എന്ത് വരെ നമുക്ക് തോന്നില്ല 3 പേരേ ഉള്ളൂ എന്നുള്ളത്. കുറച്ചും കൂടി ഡെപ്ത് ഉണ്ട് സിനിമ. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. സസ്പെൻസ് ഇന്റർനാഷണൽ മൂവിയുടെ ഒരു ലെവൽ ഉണ്ടെന്നൊക്കെയാണ്. എന്തായാലും കാണണം. ഓഫ്കോഴ്സ് നല്ലത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറ്റബോധം തോന്നില്ല. ഉള്ളിൽ നിൽക്കും ആ സിനിമ. അവാർഡ് കിട്ടുമായിരിക്കും. ആസിഫലിക്ക് കിട്ടട്ടെ എന്നുള്ളതാണ് എല്ലാവിധ ആശംസകളും. താങ്ക് യു. വേറെ എന്താ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കാണാം. മൊത്തത്തിൽ പടം എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും പറയാം. ആ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പടമാണല്ലോ, മലയാളത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ഒരു ഡിഫറെൻ്റ് ആണ്. എന്താ പറയുക, ഞാൻ ഒരു പടം പ്രതീക്ഷിച്ചിട്ടാണോ കയറിയത്? നിങ്ങളൊരു പടം പ്രതീക്ഷിച്ച് വെച്ചാൽ ഞാൻ ഈ പടം ഒരു പ്രാവശ്യം കണ്ട പടം. ഒരു പ്രാവശ്യം ഞങ്ങളെ കൂടി അവിടെ വന്നത് ഇതിൽ ഫസ്റ്റ് സാധനം കണ്ട ആളാണ്. പിന്നെ ഞാൻ വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആസിഫലിയുടെ ഒക്കെ അഭിനയം ആ അഭിനയം വേറൊരു ലെവലാണ്. അപ്പോൾ അഭിനയം പഠിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ അഭിനയം പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അഭിനയം പഠിക്കാൻ പോണേലും വേഗം ഇവിടെ വന്നിരുന്ന ആളുടെ അഭിനയം കണ്ടാൽ നമുക്ക് ഒരുപാട് പഠിക്കാം. നമ്മൾ വീണ്ടും കാണും. ഇങ്ങനെയുള്ള പടങ്ങൾ വീണ്ടും കാണുമ്പോഴാണ് നമുക്ക് ആളെ എങ്ങനെയാണ് അഭിനയിച്ചേക്കണേ. കാരണം ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് ആ ഒരു പടത്തിൻ്റെ ത്രില്ലിൽ നമ്മളിരിക്കും. രണ്ടാമത് കാണുമ്പോൾ നമുക്ക് ആ പടം ആളെങ്ങനെയാണ് ചെയ്തേക്കണേ എന്നുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടും. അതൊക്കെ എന്നോട് ഇങ്ങനെ ഡയറക്ടർമാരൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു വീണ്ടും പടങ്ങൾ കാണാം, നല്ല ഇങ്ങനത്തെ പടങ്ങൾ കാണാം. അപ്പോൾ എനിക്ക് തോന്നി ബെസ്റ്റ് പടം ആസിഫലിയുടെ വന്നപ്പോൾ ഈ പടം തോന്നി. അത് ഞാൻ വീണ്ടും കാണാൻ വന്നത്. അപ്പോൾ എല്ലാവരും വന്ന് കാണാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ട്വിസ്റ്റാണ്. നിങ്ങൾ ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം തുടക്കം മുതൽ ലാസ്റ്റ് വരെ ട്വിസ്റ്റാണ്. പടം തീരുന്നത് വരെ ട്വിസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പടം കാണാം. അത്രയും നല്ല ആയിട്ട് പടം എടുത്തിട്ടുണ്ട്. അതാണ് സിനിമയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം സാറിനെ പോലൊരു ബ്രാൻഡ് ഈ സിനിമയായിട്ട് അസോസിയേറ്റ് ആകുമ്പോൾ അതിൽ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകും. ആ പ്രതീക്ഷയിൽ ആൾക്കാർ തിയേറ്ററുകളിലോട്ട് വരും. എന്നിട്ട് നമ്മുടെ സിനിമ കാണും. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫാദറാണ് ഇതിൻ്റെ ഡയലോഗ് എഴുതിയത്. സ്റ്റോറി സ്ക്രീൻ പ്ലേ ഞാനും ഡയലോഗ് ഫാദറുമാണ് എഴുതിയത്. അപ്പോൾ ഡയലോഗ്സിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് പേഴ്സണലി ഒത്തിരി സന്തോഷമുണ്ട്. അതെ, ഞാൻ വിശ്വസിക്കും. ഞാൻ അവരോട് എപ്പോഴും പറയും, ഇത് നിങ്ങളുടെ സിനിമ നിങ്ങളുടെ കരിയറിൽ ചെയ്തിട്ടുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്നായിരിക്കും. ഞാനെപ്പോഴും അവരോട് പറയും. അത് പ്രേക്ഷകരുടെ റിയാക്ഷൻസ് കിട്ടുമ്പോൾ അത് ശരിയായിരുന്നു, സത്യമാണെന്ന് തോന്നും. ദി ഓൾസോ ഫീൽ ദ സെയിം.